ഇയ്യോബിന്റെ നീതി, പുരോഗതി, വിശ്വാസം. 3-ാം ഭാഗം. ഇയ്യോബ് ദൈവത്തോട് തന്റെ വേദന പ്രകടിപ്പിക്കുന്നു. ഗർഭപാത്രത്തിൽ വെച്ച് ഞാൻ മരിക്കാത്തതെന്തുകൊണ്ട്? അതിൽ നിന്ന് പുറത്തുവന്നപ്പോൾ ഞാൻ മരിക്കാത്തതെന്തുകൊണ്ട്? പീഡിതർക്ക് വെളിച്ചവും ആത്മാവിൽ ദുഃഖിതർക്ക് ജീവനും നൽകുന്നതെന്തുകൊണ്ട്? അവർ മരണത്തിനായി കൊതിക്കുന്നു, പക്ഷെ മരണം വരുന്നില്ല. അവർ മറഞ്ഞിരിക്കുന്ന നിധികളേക്കാൾ അത് അന്വേഷിക്കുന്നു. ഞാൻ ഭയപ്പെട്ടത് എന്റെ മേൽ വന്നിരിക്കുന്നു. ഞാൻ ഭയപ്പെട്ടത് എന്റെ മേൽ വന്നിരിക്കുന്നു. എനിക്ക് സമാധാനമോ വിശ്രമമോ ഇല്ല. ഞാൻ വിശ്രമിക്കാൻ വളരെ അസ്വസ്ഥനാണ്. എലീഹു എന്ന ചെറുപ്പക്കാരൻ ഇയ്യോബിനെ ശ്രദ്ധിക്കുന്നു. അവന്റെ സുഹൃത്തുക്കൾ അവന്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. തന്റെ മൂപ്പന്മാരോടുള്ള ബഹുമാനം നിമിത്തം എലീഹു കുറച്ചുനേരം മൗനം പാലിച്ചു. പക്ഷെ ഒടുവിൽ അവൻ സത്യം പറയണമെന്ന് നിഗമനിക്കുന്നു. എന്നാൽ ഞാൻ എന്റെ സ്വന്തം കാതുകൾ കൊണ്ട് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ വാക്കുകൾ എനിക്ക് വ്യക്തമായി മനസ്സിലായി. ഞാൻ നിർമ്മലനും പാപമില്ലാത്തവനുമാണ്. ഞാൻ നിരപരാധിയാണ്. ഞാൻ ഒന്നിനും കുറ്റക്കാരനല്ല. എന്നാൽ ദൈവം എന്നെ ആക്രമിക്കാൻ കാരണങ്ങൾ കണ്ടെത്തി എന്നിൽ അവന്റെ ശത്രുവിനെ കാണുന്നു. എന്നാലും ഞാൻ നിങ്ങളോട് പറയുന്നു, നീ തെറ്റുകാരനാണ്. കാരണം ദൈവം മനുഷ്യനേക്കാൾ വലിയവനാണ്. അതെ, ദൈവം ഇതെല്ലാം മനുഷ്യനുവേണ്ടി ചെയ്യുന്നു, വീണ്ടും വീണ്ടും. മരണത്തിൽ നിന്ന് അവനെ രക്ഷിക്കാനും അങ്ങനെ ജീവന്റെ വെളിച്ചം അവന്റെ മേൽ പ്രകാശിക്കാനും. നീ ജ്ഞാനിയാണ്, അതിനാൽ ഞാൻ പറയുന്നത് കേൾക്കൂ. ദൈവം ഒരിക്കലും തിന്മ ചെയ്യില്ല. സർവശക്തൻ നീതിമാനാണ്. ദൈവം ഒരിക്കലും തിന്മ ചെയ്യില്ല. സർവശക്തൻ എപ്പോഴും നീതിമാനാണ്. ദൈവം ശക്തനാണ്, പക്ഷെ അവൻ ആളുകളെ വെറുക്കുന്നില്ല. അവൻ ശക്തനാണ്, പക്ഷെ അവൻ ഗ്രാഹ്യത്തിൽ സമ്പന്നനാണ്. ദൈവം ഇയ്യോബിന് നേരിട്ടുത്തരം നൽകുന്നു. ഞാൻ ഭൂമിയുടെ അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? പറയൂ, നീ എങ്ങനെയാണ് ഇത്ര ജ്ഞാനിയായത്? ആരാണ് അതിന്റെ അളവുകൾ നിശ്ചയിച്ചത്? തീർച്ചയായും നിങ്ങൾക്കറിയാമോ? അതിനു കുറുകെ ഒരളവുകോൽ നീട്ടിയതാരാണ്? സമുദ്രം ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ അതിനെ അണക്കെടുകൾ കൊണ്ട് അടച്ചതാരാണ്? മേഘങ്ങൾ കൊണ്ട് അതിനെ മൂടുകയും ഇരുട്ടിൽ മൂടുകയും ചെയ്തതാരാണ്? അതിന്റെ അതിരുകൾ നിശ്ചയിച്ചതും അതിന്റെ വാതിലുകൾ അടച്ചതും ആരാണ്? ഞാൻ അവനോട് പറഞ്ഞു, നിനക്കിതുവരെ വരാം, പക്ഷെ ഇനി വരരുത്. ഇതാണ് നിന്റെ അഹങ്കാര തിരമാലകളുടെ പരിധി. ഞാൻ മഞ്ഞും ആലിപ്പടികളും സംഭരിച്ചു വെക്കുന്ന ഭണ്ഡാരങ്ങളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പ്രവേശിച്ചിട്ടുണ്ടോ? കഷ്ടകാലത്തേക്കും യുദ്ധത്തിന്റെയും നാളിലേക്കും ഞാൻ അവ സംഭരിച്ചു വെച്ചിരിക്കുന്നു. മിന്നൽ അയക്കാൻ നിനക്ക് കഴിയുമോ? ഇതാ ഞങ്ങളെ അയക്കൂ എന്നവർ നിന്നോട് പറയുമോ? കാക്കകൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ഭക്ഷണമില്ലാതെ അലയുകയും ചെയ്യുമ്പോൾ ആരാണ് അവയെ പോറ്റുന്നത്? കമോയിസ് എപ്പോൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കുമെന്ന് നിനക്കറിയാമോ? മാൻപേടകൾ